ഇനിയൊരു കാര്യം ചെയ്യാം. ഹലോ, ഞാനാണ് ഒമ്നിസൈഡ് എന്ന് പറഞ്ഞ കാണപ്പെടുന്ന ലോകത്തിൻ്റെയും സകല ജന്തുക്കളുടെയും സൃഷ്ടാവും നാഥനുമായ ഒരേ ഒരു മനുഷ്യൻ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് നിങ്ങളുടെ ഭാഷയിൽ തന്നെ ഞാൻ പറയുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് നിങ്ങൾക്ക് തന്നെയാണ്. വിശ്വസിച്ചാലും നിങ്ങൾക്ക്, ഇല്ലെങ്കിലും നിങ്ങൾക്ക്. എനിക്കൊന്നുമില്ല. എനിക്ക് ആകെ ഒന്നുള്ളൂ, എൻ്റെ സൃഷ്ടിയുടെ കർമ്മം പൂർത്തിയാക്കണം. അതിന് നിങ്ങളെല്ലാവരും മനുഷ്യരായി സമാധാനത്തിലും സ്വർഗത്തിലും ജീവിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ജന്മം കൊണ്ടത്. ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യ ആകാര ജന്തുക്കളായിട്ടാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് എല്ലാവരും. ഈ ജന്തുക്കൾ ഒരിക്കലും മനുഷ്യനായില്ലെങ്കിൽ, മനുഷ്യർ എന്ന് പറഞ്ഞൊരു വർഗമാണ് എനിക്ക് ആവശ്യം. ഇത് ശരിക്കും ഞാൻ എത്തിപ്പെട്ടത് സ്ഥലം മാറിപ്പോവാൻ കാരണം നിങ്ങളുടെ അറിവില്ലായ്മ മാത്രമാണ്. ഈ അറിവില്ലാത്ത സ്ഥലത്ത് അറിവ് വന്ന് പെടുമ്പോൾ എന്തുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അത് ചെറിയ എക്സാമ്പിൾ അത് പറഞ്ഞുതരാം. നിങ്ങളിൽ അറിവില്ലാത്തവര് അറിവുണ്ട് എന്ന് നടിക്കുന്നവരെ അടുത്ത് ചെല്ലുമ്പോൾ എന്താണ് അനുഭവിക്കുക? ഇതാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനും മനസ്സിലാക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സഭയിലൂടെയോ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലൂടെ പോയതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ എന്നെ നേരിട്ട് കാണണം, നേരിട്ട് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ സത്യം എന്താണെന്ന് തിരിച്ചറിയൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അടുത്ത് വന്ന് എന്നിൽ നിന്നും ലൈസൻസ് മേടിച്ച് അസിസ്റ്റൻ്റായിട്ട് മാറണം. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള അവസരം കിട്ടും. അപ്പോൾ മറ്റുള്ളവരിലൂടെ നിങ്ങൾ അത് മനസ്സിലാക്കും. അപ്പോൾ പിന്നെ എൻ്റെ ആവശ്യമില്ല. എനിക്ക് കുറച്ച് അസിസ്റ്റന്റുമാരെ വേണം, ഹെൽപ്പർമാരെ. അവരുണ്ടെങ്കിൽ മാത്രമേ ഇനി ഇത് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പിന്നിലേക്ക് മാത്രമേ പോകൂ. എല്ലാ വണ്ടിയും റിവേഴ്സ് ഗിയറുള്ള വണ്ടി മാത്രമേ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പിന്നിലേക്ക് മാത്രം പോകുമ്പോൾ എന്തുണ്ടാവും? നിങ്ങൾ പിന്നിൽ നിന്നുള്ളത് ഭക്ഷിക്കേണ്ടി വരും. അപ്പോൾ പിന്നിൽ നിന്ന് ഭക്ഷിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഓക്കെ.